friends, welcome back to RirisKitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നമ്മുടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുന്ന ഞാനൊരു ചെറിയ സൈസ് സവാളയാണിത്, അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കരുത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാൽ എരിവിന് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി എടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കുമാണ് എടുത്തത്. ഇതെല്ലാം അത് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം നമ്മളിത് വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കോളിഫ്ലവറും പിന്നെ മഷ്റൂംസൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ സോയ സോസും ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണിത്. ഒരു 90% കുക്കായിട്ടുണ്ട്. നമുക്കിനിത് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ചതാണ് നമ്മൾ റൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയാണ് വരുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.